Hi all, welcome to Master Key Academy. നമ്മൾ ഇന്ന് ഫിസിക്സിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലോട്ടാണ് പ്രവേശിക്കുന്നത്. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ഒരു ചാപ്റ്ററാണ്, പ്ലസ് ടുവിലെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പ്രവേശിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡിഫൈൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യണം. നോക്കാം. Whenever the magnetic flux linked with a coil changes and EMF is induced in the coil, this process is called electromagnetic induction. എന്താണ് electromagnetic induction? Whenever the magnetic flux linked with a coil changes. ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിലൂടെ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ചെയ്തിരിക്കുന്ന കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് EMF ഈസ് പ്രൊഡ്യൂസ്ഡ്. EMF എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ ആണോ? ആൻഡ് EMF ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ EMF പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ ഒരു പ്രോസസ്സിനെ വിളിക്കും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ക്ലിയർ ആണല്ലോ? ശരി, അടുത്തത് സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ കണക്ട് ചെയ്യുന്ന ഒരു ലോ ആണ് ഫാരഡേസ് ലോ. ഓക്കെ, ഹെൻറി ഫാരഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണത് പ്രൊപ്പോസ് ചെയ്ത്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കോയിലുമായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് ആണെങ്കിൽ ആ ലിങ്ക്ഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി ആൻ EMF ഈസ് പ്രൊഡ്യൂസ്ഡ്. അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF, ശ്രദ്ധിക്കണേ, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചാണ് ഫാരഡെ എന്ത് ചെയ്തത്? സംസാരിച്ചത്. മനസ്സിലായോ? ഫാരഡെ സംസാരിച്ചത് ഇത്രയേ ഉള്ളൂ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF. ഉണ്ടാകുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ്, ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ഈക്വൽ ആണ്. അപ്പൊ എന്ത് പറയാം? ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അതിന് ഈക്വൽ ആണ് ആ കോയിലിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ്. സോ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ, അല്ലെങ്കിൽ E എന്നൊക്കെ റീഡ് ചെയ്യാം. ഈസ് ഈക്വൽ ടു dφ/dt. ഇതിനകത്ത് ഫൈ ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഫ്ലക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, ഏത് ഫ്ലക്സ്? മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് ഈക്വൽ ആണ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പൊ EMFന്റെ ഇക്വേഷൻ കിട്ടി. എപ്സിലോൺ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു dφ/dt. ഓക്കെ, അപ്പോൾ ഫൈ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണെന്ന് മനസ്സിലായി. നോക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ലാസ്റ്റ് ചെയ്യും. ഇനി അതിനകത്ത് അടുത്തൊരു ടോപ്പിക് പറയുന്നത് ലെൻസസ് ലോ. എന്താണ് ലെൻസസ് ലോ? ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചത് EMF എങ്ങനെ ഇൻഡ്യൂസ് ചെയ്യും, അതിനുശേഷം ആ ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ആ EMFന്റെ, ഏത് EMFന്റെ? ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട EMFന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? മാഗ്നിറ്റ്യൂഡ് ഓൾറെഡി കണ്ടെത്തി, ഇനി അതിന്റെ ഡയറക്ഷൻ. ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഓൾവേസ് സച്ച് ആസ് ഓപ്പോസിറ്റ് ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മനസ്സിലായോ? മാഗ്നറ്റിക് ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര് ഇൻഡ്യൂസ് ചെയ്യുന്നത്? EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ കൂടെ എഴുതിയാൽ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരുത്താം. ഈസ് ഈക്വൽ ടു dφ/dt ആണല്ലോ, ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണല്ലോ, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണല്ലോ EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഒരു നെഗറ്റീവ് കൂടെ കൊടുത്താൽ ഓപ്പോസിറ്റ് എന്ന മീനിങ് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് EMFന്റെ ഡയറക്ഷൻ അവിടെ നിന്ന് മനസ്സിലാക്കാം. ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF, ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF. ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഓൾവേസ്, എല്ലാ സമയത്തും, such as to opposite to the rate of change of magnetic flux. Rate of change of magnetic flux in the opposite direction. Clear alle? Direction kuda kitti. The negative sign shows that induced EMF opposes the change of flux. മനസ്സിലായോ?
ഫ്ലക്സിന്റെ ചേഞ്ചിനെ എതിർക്കുന്നു, ഫ്ലക്സിന്റെ ചേഞ്ചിനെ എതിർക്കുന്നു, ഒപ്പോസ് ചെയ്യുന്നു. ദ ചേഞ്ച് ഓഫ് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട് ആര്? ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അതാണ് ആ നെഗറ്റീവ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെൻസസ് ലോ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ലെൻസസ് ലോയുടെ പ്രത്യേകത എന്താ? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഫാരഡേസ് ലോ എന്താ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എം എഫ്. മനസ്സിലായോ? രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. ലെൻസസ് ലോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഫാരഡേ ലോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. രണ്ടും വ്യത്യസ്ത രീതിയിൽ തന്നെ മനസ്സിലാക്കണം. ഇനി ഇവിടെ നമുക്ക് എഡ്ഡി കറന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്താണ് എഡ്ഡി കറന്റ്സ്? വാട്ട് ആർ എഡ്ഡി കറന്റ്സ്? എഡ്ഡി കറന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആണ് എഡ്ഡി കറന്റ്സ്. നോക്കാം നമുക്ക്. വെനെവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ മെറ്റാലിക് ബ്ലോക്ക് ചേഞ്ചസ്. ഒരു മെറ്റാലിക് ബ്ലോക്കില്, ഒരു ബ്ലോക്കിനകത്തൂടെ, മെറ്റാലിക് ബ്ലോക്കിനകത്തൂടെ ഫ്ലക്സ് കടന്നു പോകുന്നുണ്ട്. ഫ്ലക്സ് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദ പെർട്ടിക്കുലർ ഏരിയ. ഓക്കെ, അപ്പോൾ വെനെവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ മെറ്റാലിക് ബ്ലോക്ക് ചേഞ്ചസ്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെറ്റാലിക് ബ്ലോക്കിനകത്തൂടെ പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ്. നമുക്കറിയാം ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുമെന്ന്. ഓക്കെ, ആൻഡ് ഡ്യൂ ടു ദിസ് ഇ എം എഫ്, ആ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഇ എം എഫ് മുഖേന സർക്കുലേറ്റിംഗ് കറന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. എന്താ കാരണം? അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ക്രിയേറ്റ് ചെയ്തു. ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മുഖേന ദർ വിൽ ബി എ സർക്കുലാർ കറന്റ്. കറന്റിന്റെ പ്രത്യേകത എന്താണ്? സർക്കുലാർ കറന്റ് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് കറന്റ്. ദർ വിൽ ബി എ സർക്കുലേറ്റിംഗ് കറന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മെറ്റാലിക് ബ്ലോക്ക്. ആ മെറ്റാലിക് ബ്ലോക്കിനകത്ത് സർക്കുലേറ്റിംഗ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ദീസ് സർക്കുലേറ്റിംഗ് കറന്റ്സ് ആർ കോൾഡ് എഡി കറന്റ്. ആ സർക്കുലേറ്റ് ചെയ്യുന്ന കറന്റ്, അതായത് ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആ മെറ്റാലിക് ബ്ലോക്കിൽ ക്രിയേറ്റ് ചെയ്യും. ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മുഖേന ഒരു സർക്കുലാർ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ആ മെറ്റാലിക് ബ്ലോക്കിനകത്ത് ഒരു കറന്റ്, ഒരു പെർട്ടിക്കുലർ കറന്റ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സർട്ടൻ കറന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഡി കറന്റ്സ്. ക്ലിയർ ആണോ? ശരി, ഇനി അതിന്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എഡി കറന്റ് ഫോം ചെയ്യുന്ന ചിത്രം ഒരു സർക്കുലാർ രൂപത്തിലല്ലേ ആണ്. ദ ഡയറക്ഷൻ ഓഫ് എഡി കറന്റ് ഈസ് ഓൾസോ ഗിവൺ ബൈ ലെൻസസ് ലോ. കാരണം എന്താ? ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് മുഖേനയാണ് എഡി കറന്റ് ഫോം ചെയ്യുന്നത്. എഡി കറന്റിന്റെ ഡയറക്ഷൻ ആരാ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ലെൻസ് ആണ്, ലെൻസസ് ലോ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എഡി കറന്റിന്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കിട്ടും? ലെൻസസ് ലോ പ്രകാരം കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് എഡി കറന്റ്? ഇങ്ങനെ സർക്കുലാർ ഫോർമാറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന എഡി കറന്റിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അതാണ് നമ്മൾ പറയുന്നത്. എഡി കറന്റ്സ് ആർ അൺഡിസൈറബിൾ. അതാണ് ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ്. നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് എത്ര ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ എങ്ങനെയാണത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ രൂപത്തിലാണത് മൂവ് ചെയ്യുക എന്നുള്ളത്. സോ എഡി കറന്റ്സ് ആർ അൺഡിസൈറബിൾ ഇൻ മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രിക്കൽ ഡിവൈസസ് ലൈക്ക് ട്രാൻസ്ഫോമർ, ഇൻഡക്ഷൻ കോയിൽ, ചോക്ക് കോയിൽ എക്സെട്ര. അതായത് ഈ പറഞ്ഞ മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രിക്കൽ ഡിവൈസസിലും ഇത് അൺഡിസൈറബിൾ ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോളബിൾ അല്ല. മനസ്സിലായോ? അൺഡിസൈറബിൾ ആണ്. എഡി കറന്റ്സ് പ്രൊഡ്യൂസസ് ഹീറ്റിംഗ് ഇൻ ദീസ് ഡിവൈസസ്. അപ്പൊ എഡി കറന്റിന്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? അത് ഹീറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഹീറ്റ് മുഖേന നമുക്ക് എനർജി വേസ്റ്റ് ആകും. മനസ്സിലാവുന്നുണ്ടോ? യെസ്, വിച്ച് ഈസ് എ വേസ്റ്റേജ് ഓഫ് എനർജി. അതാണ് പറഞ്ഞത്, എനർജി വേസ്റ്റ് ആകുന്നുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അതാണ് എഡി കറന്റിന്റെ ഡിസഡ്വാൻറ്റേജ്. ദെൻ ഒരു ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു മിനിമൈസ് എഡി കറന്റ്സ്? എഡി കറന്റ്സിനെ നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം? കാരണം എഡി കറന്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ ആ ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യണമെങ്കിൽ ആ കിട്ടുന്ന എഡി കറന്റ് എന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യണം. എങ്ങനെ എഡി കറന്റിനെ മിനിമൈസ് ചെയ്യാം നോക്കാം. എഡി കറന്റ്സ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ഇൻക്രീസിങ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റൽ. എന്താ ചെയ്യേണ്ടത്? മെറ്റലിന്റെ റെസിസ്റ്റീവ് പ്രോപ്പർട്ടി, റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ദിസ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ലാമിനേറ്റഡ് തിൻ ഷീറ്റ്സ് ഓഫ് മെറ്റൽ. അപ്പൊ അതെങ്ങനെ ഇൻക്രീസ് ചെയ്യും? ഒരു മെറ്റലിനെ നമ്മൾ ലാമിനേറ്റഡ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്താൽ അതിന്റെ റെസിസ്റ്റൻസ് കൂടും. ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ മെറ്റാലിക് ബ്ലോക്ക്, നമ്മൾ സാധാരണ ഒരു സിംഗിൾ മെറ്റാലിക് ബ്ലോക്ക് യൂസ് ചെയ്യുന്നതിന് പകരം കുറച്ച് കവർ ചെയ്ത ഒരു കവറിങ് കൂടെയുള്ള മെറ്റാലിക് ബ്ലോക്ക് യൂസ് ചെയ്താൽ അതിന്റെ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി കൂടും. റെസിസ്റ്റൻസ് കൂടിയാൽ അവിടെ എഡി കറന്റ് ഫോം ചെയ്യുന്നത് കുറയും. കാരണം ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ അളവ് കുറയും. മനസ്സിലായില്ലേ?
ക്ലിയർ ആണ്? ഓക്കെ. അപ്പോൾ അടുത്തൊരു ടോപ്പിക് നോക്കാം, പ്രാക്ടിക്കൽ യൂസസ് ഓഫ് എഡ്ഡി കറന്റ്. എന്താണ് എഡ്ഡി കറന്റിന്റെ പ്രാക്ടിക്കൽ യൂസസ്? ദ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് എഡ്ഡി കറന്റ്സ് ആർ ദ ഫോളോവിംഗ്. താഴെ തന്നിരിക്കുന്നതാണ് അതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ. ഇലക്ട്രോമാഗ്നെറ്റിക് ഡാമ്പിംഗ് ഇൻ എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ when the coil oscillates in the EMF eddy currents are set up in the frame. Okay, according to Lenz's law. എന്താണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ? ഇലക്ട്രോമാഗ്നെറ്റിക് ഡാമ്പിംഗ് ഇൻ എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ ഇലക്ട്രോമാഗ്നെറ്റിക് ഡാമ്പിംഗ് സംഭവിക്കുന്നത്, അതായത് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷനിൽ കുറവ് വരുത്തുന്നു. ഓക്കെ, എപ്പോ? when the coil oscillates in the EMF, when the coil oscillates, ആ കോയിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എഡ്ഡി കറന്റ്സ് ആർ സെറ്റപ്പ് ഇൻ ദ ഫ്രെയിം. ആ ഫ്രെയിമിൽ എഡ്ഡി കറന്റ് സെറ്റപ്പ് ചെയ്യും അക്കോർഡിംഗ് ടു ലെൻസസ് ലോ. ദീസ് എഡ്ഡി കറന്റ്സ് ഒപ്പോസസ് ദ ഓസിലേഷൻസ്. അങ്ങനെ ഫോം ചെയ്യുന്ന എഡ്ഡി കറന്റ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ ഓസിലേഷനെ തടയുന്നു, ഒപ്പോസ് ചെയ്യുന്നു. ആൻഡ് ഡാമ്പിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ്. എന്താ ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ ഓസിലേഷന്റെ ഫ്രീക്വൻസിയെ കുറക്കണം, അതിനെ ഡാമ്പിംഗ് എന്ന് പറയാം. അപ്പൊ ഡാമ്പിംഗ് എന്ന് പറയുന്ന പ്രക്രിയ, ഡാമ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, അത് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന കറന്റ് ആണെന്ത്? എഡ്ഡി കറന്റ്. എവിടെ? മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ, MCG, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. എവിടെയാണ്? മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. ക്ലിയർ അല്ലേ? മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. ഓക്കെ, അപ്പൊ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ ഓസിലേഷന്റെ ഫ്രീക്വൻസി കുറക്കണം, ഓസിലേറ്റ് ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസി കുറക്കണം, അഥവാ ഡാമ്പിംഗ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിനാര് ഹെൽപ്പ് ചെയ്യുന്നു? എഡ്ഡി കറന്റ്. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, ലെൻസസ് ലോ പ്രകാരം this eddy currents opposes the oscillation and damping is produced very quickly. This helps for quick measurement. അത് നമ്മൾ എന്തിനു മെഷർ ചെയ്യും? അത് നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യും? ക്വിക്ക് മെഷർമെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, വളരെ പെട്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, വാല്യൂസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ആപ്ലിക്കേഷൻ ഇൻഡക്ഷൻ ഫർണേസ്. ഇൻഡക്ഷൻ ഫർണേസ് ആണ്. നോക്കാം. The metal to be heated is placed in a rapidly varying magnetic field produced by a high frequency AC. എന്താ പറയുന്നത്? The metal to be heated is placed. ഹീറ്റ് ചെയ്യേണ്ട ഒരു മെറ്റൽ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം? In a rapidly varying magnetic field. പെട്ടെന്ന് ദ്രുതഗതിയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ പ്രൊഡ്യൂസ്ഡ്, അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ബൈ ഹൈ ഫ്രീക്വൻസി AC. ഹൈ ഫ്രീക്വൻസി ഓൾട്ടർനേറ്റിംഗ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ആയിരിക്കും. മനസ്സിലായോ? ദ എഡ്ഡി കറന്റ്സ് സെറ്റപ്പ് ഇൻ ദ മെറ്റൽ. ആ മെറ്റലിനകത്ത് സെറ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഡ്ഡി കറന്റ് എന്തായിരിക്കും? ആ ഒരു മെറ്റലിനകത്ത് സെറ്റപ്പ് ചെയ്യുന്ന എഡ്ഡി കറന്റ് പ്രൊഡ്യൂസസ് സോ മച്ച് ഹീറ്റ് ദാറ്റ് ദ മെറ്റൽ ഈസ് മെൽറ്റഡ്. അതായത് മെറ്റൽ പെട്ടെന്ന് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എഡ്ഡി കറന്റ് ഫോം ചെയ്യുന്ന ആ ഒരു മെറ്റലിനകത്താണ് നമ്മൾ പ്ലേസ് ചെയ്തത്. അപ്പൊ എന്ത് ചെയ്യും? എഡ്ഡി കറന്റ് കൂടുതൽ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഹീറ്റ് ആകും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, അടുത്തത് ഇലക്ട്രിക് ബ്രേക്സ് ആണ്. ബ്രേക്സ് ഓഫ് ട്രെയിൻ. ട്രെയിനിന്റെ ബ്രേക്ക് ഒക്കെ ഇലക്ട്രിക് ബ്രേക്ക് ആണ്. അതെങ്ങനെ നോക്കാം? എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് അക്രോസ് മെറ്റാലിക് ഡ്രം റൊട്ടേറ്റിംഗ് വിത്ത് ദ ആക്സിസ് ഓഫ് ട്രെയിൻ. ട്രെയിനിന്റെ ആക്സിസിനോടനുസരിച്ച് ആക്സിസിന്റെ കൂടെ ഒരു റൊട്ടേറ്റിംഗ് ഡ്രം കാണാം. അതിനകത്ത് സ്ട്രോങ് മെറ്റാലിക് ഫീൽഡ്, അതിന്റെ പ്രസൻസ് ഉണ്ട്. ദ ഫോഴ്സ് ഡെവലപ്ഡ് ഡ്യൂ ടു ദ എഡ്ഡി കറന്റ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ. അപ്പോൾ ട്രെയിനിന്റെ സ്പീഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അവിടെ ഫോം ചെയ്യുന്ന എഡ്ഡി കറന്റിന്റെ ഫോഴ്സ്. ക്ലിയർ അല്ലേ? ശരി. സോ ദ ബ്രേക്കിംഗ് എഫക്റ്റ് ഈസ് സ്മൂത്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്കിംഗ് എഫക്റ്റ് സ്മൂത്ത് ആയിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? ശരി, അടുത്തത് ഇൻഡക്ഷൻ മോട്ടർ. ഇൻഡക്ഷൻ മോട്ടറാണ്. In the induction motor, a rotating magnetic field is produced with the help of two single phase AC. Induction motorന്റെ പ്രത്യേകത എന്താണ്? A rotating magnetic field is produced. ഒരു rotating magnetic field പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് with the help of two single phase AC. രണ്ട് സിംഗിൾ ഫേസ് AC-യുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഇൻഡക്ഷൻ മോട്ടറിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. വിച്ച് ഹാവ് എ ഫേസ് ഡിഫറൻസ്. അതിനൊരു ഫേസ് ഡിഫറൻസ് കാണും. ഏതിന്? ആ സിംഗിൾ ഫേസ് AC-ക്ക് ഫേസ് ഡിഫറൻസ് കാണും. അവ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π/2. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫേസ് ഡിഫറൻസ് π/2. എ മെറ്റാലിക് സിലിണ്ടർ ഈസ് പൈവോട്ടഡ് ബിറ്റ്വീൻ ദ ഇലക്ട്രോമാഗ്നറ്റ്സ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു മെറ്റാലിക് സിലിണ്ടർ
അവിടെ ആ ഇലക്ട്രോ മാഗ്നറ്റുകളായി ആക്ട് ചെയ്യുന്ന ആ ഒരു ബ്ലോക്കുകൾക്കിടയിൽ എന്ത് ചെയ്യുന്നു, ഒരു സിലിണ്ടർ പ്ലേസ് ചെയ്യുന്നു. വെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റൊട്ടേറ്റഡ്, അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എഡ്ഡി കറന്റ്സ് ആർ ഡെവലപ്ഡ് ഇൻ ദ സിലിണ്ടർ. ആ സിലിണ്ടറിനകത്ത് എഡ്ഡി കറന്റ് ഡെവലപ്പ് ചെയ്യും. ടു റെഡ്യൂസ് ദ റിലേറ്റീവ് മോഷൻ, ഇൻഡക്ഷൻ മോട്ടറിന്റെ റിലേറ്റീവ് മോഷൻ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ദ സിലിണ്ടർ ഓൾസോ റൊട്ടേറ്റ്സ് വിത്ത് ദ റൊട്ടേറ്റിംഗ് ഇ എം എഫ്. ആ റൊട്ടേറ്റിംഗ് ഇ എം എഫിനനുസരിച്ച് ആ സിലിണ്ടർ കൂടെ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, എഡ്ഡി കറന്റ് വേണം. അപ്പൊ ആ എഡ്ഡി കറന്റ് എന്ത് ചെയ്യും, എഡ്ഡി കറന്റ് അനുസരിച്ച് സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആപ്ലിക്കേഷൻ സ്പീഡോമീറ്റർ നോക്കാം. ഇൻ ദ സ്പീഡോമീറ്റർ an aluminium drum rotates according to the speed of the vehicle. വെഹിക്കിളിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വെഹിക്കിളിന്റെ സ്പീഡിന് അക്കോർഡിംഗ് ആയിട്ട് അവിടെ ഒരു അലുമിനിയം ഡ്രം എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ അലുമിനിയം ഡ്രം ഈസ് കെയർഫുള്ളി പൈവോട്ടഡ് ആൻഡ് എ മാഗ്നറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ഇറ്റ്. അലുമിനിയം ഡ്രം വളരെ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തത് കാണാം. അതുപോലെ തന്നെ ഒരു മാഗ്നറ്റ് ആ ഒരു അലുമിനിയം ഡ്രമ്മിനകത്ത് പ്ലേസ് ചെയ്യും. ആസ് ദ വെഹിക്കിൾ മൂവ്സ്, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അതാണ് ഈ പറയുന്നത്. ആസ് ദ വെഹിക്കിൾ മൂവ്സ്, വെഹിക്കിൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് ദ മാഗ്നറ്റ് റൊട്ടേറ്റ്, ആ പ്ലേസ് ചെയ്ത മാഗ്നറ്റ് എന്ത് ചെയ്യും, ആ ഡ്രമ്മിനകത്ത് കറങ്ങാൻ തുടങ്ങും. ദ എഡ്ഡി കറന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്, കറങ്ങുന്ന സമയത്ത് നമുക്കറിയാം എഡ്ഡി കറന്റ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ദീസ് എഡ്ഡി കറന്റ്സ് ട്രൈ ടു റെഡ്യൂസ് ദ റിലേറ്റീവ് മോഷൻ. അപ്പൊ ആ ഒരു റിലേറ്റീവ് മോഷൻ എന്ത് ചെയ്യും, അതായത് വെഹിക്കിളിന്റെ മോഷന്റെയും അതുപോലെ തന്നെ ആ ഒരു മാഗ്നറ്റിന്റെയും ആ സിലിണ്ടറിന്റെയും റിലേറ്റീവ് മോഷൻ ആര് ഒപ്പോസ് ചെയ്യും, ഈ എഡ്ഡി കറന്റ് ഒപ്പോസ് ചെയ്യും. ഫോർ ദിസ് ദ സിലിണ്ടർ ഓൾസോ റൊട്ടേറ്റ് വിത്ത് ദ മാഗ്നറ്റ്, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സിലിണ്ടറും റൊട്ടേറ്റ് ചെയ്യണം. ദ പോയിന്റർ ഓഫ് ദ സ്പീഡ് ഓഫ് മീറ്റർ മൂവ്സ് അക്കോർഡിംഗ് ടു ദ റൊട്ടേറ്റിംഗ് ഓഫ് ദ ഡ്രം. അപ്പൊ ഡ്രം മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, സ്പീഡോമീറ്ററിന്റെ പോയിന്റും മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് പറയാം, സെൽഫ് ഇൻഡക്ഷൻ. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? സെൽഫ് ഇൻഡക്ഷൻ എന്താണ്? വെൻ ദ കറന്റ് ത്രൂ എ കോയിൽ ചേഞ്ചസ്, ഒരു കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു കോയിലിനകത്തെ കറന്റ് എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. നമുക്കറിയാം ഫ്ലക്സ് അല്ലെങ്കിൽ കറന്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ EMF പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ സ്വയം ഇൻഡക്ട് ചെയ്യപ്പെടുക, അതായത് സ്വയം ഇൻഡ്യൂസ് ചെയ്യുക. മനസ്സിലായോ? അതായത് വെൻ ദ കറന്റ് ത്രൂ എ കോയിൽ ചേഞ്ചസ്, ഒരു കോയിലിനകത്തൂടെയുള്ള കറന്റ് സ്വമേധയാ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സെൽഫ് ഇൻഡക്ഷൻ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ആ സർക്യൂട്ട്. ഇങ്ങനെ ഒരു കോയിൽ ഉണ്ട്, ആ കോയിലിന്റെ ഇൻഡക്റ്റൻസ് L ആണ്. ഓക്കെ, ഇവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് കറന്റ് കൊടുത്തു, ഇവിടെ ഒരു ഡിവൈസ് കൊടുത്തിട്ടുണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ അതിലെ L ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ഓർ കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പൊ L എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF ത്രൂ എ കോയിൽ ഇസ് ഈക്വൽ ടു മൈനസ് d∅dt. മൈനസ് d/dt അതുപോലെ എഴുതി, φ is equal to Li ഇൻഡക്റ്റൻസ്. ഓക്കെ, സോ ഈസ് ഈക്വൽ ടു മൈനസ് L into di/dt. ഇതാണ് പഠിക്കുന്നത്. ഏത് ഈ ബോക്സിനകത്ത് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് L into di/dt. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ഡിഫൈൻ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഓക്കെ, സോളിനോയിഡ് എന്ന് വെച്ചാൽ കമ്പിച്ചുരുൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. വി ഹാവ് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു മൈനസ് L into di/dt. മൈനസ് L into di/dt. ലെറ്റ് di/dt ഈസ് ഈക്വൽ ടു 1 ആംപിയർ പെർ സെക്കൻഡ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, L കിട്ടും. ഓക്കെ, അപ്പൊ അത് ന്യൂമറിക്കലി നമ്മൾ കണ്ടെത്തിയതാണ്. അപ്പൊ എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ് നോക്കാം. സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? The self-inductance of a coil is defined as the induced EMF developed in the coil. അതായത് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഡെഫിനിഷൻ ആണ് എവിടെ, ഒരു കോയിലിനകത്ത്. ഡിഫൈൻഡ് ആസ് ദ ഇൻഡ്യൂസ്ഡ് EMF, അവിടെ ആ കോയിലിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഡെവലപ്ഡ് ഇൻ ദ കോയിൽ വെൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് ത്രൂ
ഇറ്റ് ഈസ് യൂണിറ്റി. മനസ്സിലായോ? ആ കോയിലിനകത്തൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന കറണ്ടിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് യൂണിറ്റി 1 ആണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF നമുക്ക് മെഷർ ചെയ്തൂടെ? മെഷർ ചെയ്യാം. അങ്ങനെ കറണ്ട് യൂണിറ്റി ആകുന്ന സമയത്ത് EMF, അതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ശരി. ഇനി വാട്ട് ഈസ് ബാക്ക് EMF? എന്താണ് ബാക്ക് EMF? ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ opposes the growth. ഓക്കെ, ഒരു കോയിലിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ത് ചെയ്യും? opposes the growth or decay of current through it. ഒരു കോയിലിനകത്തൂടെ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ ഗ്രോത്തിനെ, കറണ്ടിന്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തും. ആര്? ആ കോയിലിനകത്ത് ഫ്ലക്സ് മുഖേന, മാഗ്നറ്റിക് ഫ്ലക്സ് മുഖേന ഇൻഡ്യൂസ് ചെയ്യുന്ന EMF. അപ്പൊ അങ്ങനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ഏതെങ്കിലും ഒരു EMF, ഒരു പെർട്ടിക്കുലർ EMF ഒരു കോയിലിനകത്തൂടെ പാസ് ചെയ്യുന്ന, ഡെവലപ്പ് ചെയ്യുന്ന കറണ്ടിന്റെ ഫ്ലോയെ അല്ലെങ്കിൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ബാക്ക് EMF. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് കോൾഡ് ബാക്ക് EMF. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. SI യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഹെൻറി ആണ്. ഹെൻറി എന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ്. ഓക്കെ, ഇനി അതിന്റെ ഒരു ഇക്വേഷൻ അവിടെ കാണാം. ഇക്വേഷൻ കാണാം. ഫൈ എന്ന് പറയുന്നത് μ0 NIAN. നിങ്ങൾ ഈ ലാസ്റ്റ് ഇക്വേഷൻ പഠിച്ചാൽ മതി. സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ L is equal to μ0, μo എന്നൊന്നും വായിക്കരുത്. L is equal to μ0. ഓക്കെ, N സ്ക്വയർ AI. ക്ലിയർ ആണോ? A എന്ന് പറയുന്നത് ഏരിയ, I എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ്, N നമ്പർ ഓഫ് ടേൺസ്, μ കോഎഫിഷ്യന്റ്. ക്ലിയർ അല്ലേ? കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് അത്രയാണ് വരുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് പറയുന്നത്. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ നോക്കാം. വെൻ കറണ്ട് ത്രൂ എ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF. ഓക്കെ, ഒരു കോയിലിനകത്തോടുള്ള കറണ്ട് EMFനെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കോയിലിനകത്തോടുള്ള കറണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, വെൻ കറണ്ട് ത്രൂ എ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ നൈബറിംഗ് കോയിൽ, ദിസ് ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. വളരെ ഈസിയാണ്. രണ്ട് കോയിൽസ് നമ്മൾ അടുത്തടുത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നു. രണ്ട് കോയിൽസ് തൊട്ടടുത്ത് നിയറസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു കോയിലിലൂടെയുള്ള കറന്റ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് തൊട്ടടുത്ത കോയിലിൽ ഒരു കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കോയിലിനകത്തൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കോയിലിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തത് കൊണ്ട് ഈ തൊട്ടടുത്ത സെക്കൻഡ് കോയിലിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ L2 പ്രൊഡ്യൂസ് ചെയ്ത ആ EMFനെ നമുക്ക് വിളിക്കാം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? ശരി. അതിന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു -M × dI1/dt. നേരത്തെ -L × dI/dt സെൽഫ് ഇൻഡക്റ്റൻസിൽ പഠിച്ച പോലെ ഇവിടെ -M × dI1/dt എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 കോയിൽസ് നമുക്ക് എടുക്കാം. 2 കോയിൽ ഉണ്ടെങ്കിൽ ആദ്യത്തേതിൻ്റെത് ഈസ് ഈക്വൽ ടു സാധാരണ ജനറൽ ഇക്വേഷൻ -M × dI1/dt. ലെറ്റ് dI1/dt ഈസ് ഈക്വൽ ടു 1 കൊടുത്താൽ then ഈസ് ഈക്വൽ ടു -M. ഓക്കെ, അപ്പൊ ഈസ് ഈക്വൽ ടു M എന്ന് മൈനസ് അതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈസ് ഈക്വൽ ടു M എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 കോയിൽസ് ഈസ് ഡിഫൈൻഡ് ആസ്, നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 2 കോയിൽ ഉണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? then induced EMF developed in the secondary coil when the rate of change of current through the primary is unity. അതായത് ആദ്യത്തെ കോയിലിലൂടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് യൂണിറ്റി ആണെങ്കിൽ രണ്ടാമത്തെ കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF, അതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ശരി. അപ്പൊ അത് പ്രൊപ്പോർഷണൽ ആണെന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗീവ് ദ റിലേഷൻ ബിറ്റ്വീൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ്. നേരെ ഇക്വേഷൻ പഠിക്കുക. എന്താ റിലേഷൻ? mu is equal to k into root of L1/L2. L1 into L2. കാരണം M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് L1 and L2. എന്താ L1? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് കോയിൽ, L2 സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സെക്കൻഡ് കോയിൽ. ഓക്കെ, അപ്പൊ അതിന് ഇക്വേഷൻ ഫോർമാറ്റിലോട്ട് എഴുതുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി കോൺസ്റ്റന്റ് k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ റൂട്ട് ഓഫ് L1 into L2.
കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ്, അതായത് ഈ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്ത കോൺസ്റ്റന്റ് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. കപ്ലിംഗ് കോൺസ്റ്റന്റ് എന്നാണ് അതിനെ വിളിക്കുക. ഫോർ ടൈറ്റ് കപ്ലിംഗ് കെ ഇസ് ഈക്വൽ ടു 1. കപ്ലിംഗ് നന്നായിട്ട് നടക്കണമെങ്കിൽ കെയുടെ വാല്യൂ എത്ര ആയിരിക്കണം? 1 ആയിരിക്കണം. ഫോർ ലൂസ് കപ്ലിംഗ് കെ ഇസ് ഈക്വൽ ടു കെ ലെസ് ദാൻ 1. ക്ലിയർ അല്ലേ? ശരി. അടുത്തത് വാട്ട് ഈസ് ടൈറ്റ് കപ്ലിംഗ്? എന്താണ് ടൈറ്റ് കപ്ലിംഗ് അല്ലെങ്കിൽ സ്ട്രോങ് കപ്ലിംഗ്? ആൻസർ: if the primary and the secondary coils are wound closely in such a way that the complete flux linked with the primary is available to the secondary. എന്താണ് ടൈറ്റ് കപ്ലിംഗ്? അതായത് if the primary and secondary coils are wound closely, primary കോയിലും സെക്കൻഡറി കോയിലും ക്ലോസ് ആയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യണം? വൗണ്ട് ചെയ്യണം. വൗണ്ട് ക്ലോസ്ലി ഇൻ സച്ച് എ വേ ദാറ്റ്, എങ്ങനെ ചെയ്യണം? ദ കംപ്ലീറ്റ് ഫ്ലക്സ്, അതായത് അത് വൗണ്ട് ചെയ്യേണ്ട രീതിയാണ് പറയുന്നത്. ദ കംപ്ലീറ്റ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ പ്രൈമറി ഈസ് അവൈലബിൾ ടു ദ സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കോയിലിൽ അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ഫ്ലക്സും സെക്കൻഡറി കോയിലിന് ലഭിക്കത്തക്ക രീതിയിലായിരിക്കണം പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും നമ്മൾ വൗണ്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. പ്രൈമറി കോയിലിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ ഫ്ലക്സ് സെക്കൻഡറി കോയിലിന് ലഭിക്കത്തക്ക രൂപത്തിലായിരിക്കണം ഈ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറേഞ്ച് ചെയ്യേണ്ടത്. മനസ്സിലായോ? വൗണ്ട് ചെയ്യേണ്ടത്. ദെൻ ദ കപ്ലിംഗ് ഈസ് കോൾഡ് ടൈറ്റ് കപ്ലിംഗ്. അങ്ങനെയാണെങ്കിൽ ആ കപ്ലിംഗിനെ വിളിക്കാം ടൈറ്റ് കപ്ലിംഗ്. ടൈറ്റ് കപ്ലിംഗിന്റെ സമയത്ത് കെ വാല്യൂ ഈസ് ഈക്വൽ ടു 1 ആണ്. ക്ലിയർ അല്ലേ? ശരി. ഇനി അടുത്തൊരു ടോപ്പിക്കിലോട്ട് നമുക്ക് നോക്കാം. എന്താണ്? എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ എക്സ്പ്രഷൻ. ഇൻഡക്ടറിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? കോയിൽ. ഇൻഡക്ടർ മീൻസ് നത്തിങ് ബട്ട് കോയിൽ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ എൽ എന്ന് പറയുന്ന ഇലക്ട്രോൺ ആണ് ഡിനോട്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ആ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വെൻ ദ കറന്റ് ത്രൂ എ കോയിൽ ഇൻക്രീസസ്, ഒരു കോയിലിനകത്തൂടെയുള്ള കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്തു. ബാക്ക് EMF ഈസ് ഡെവലപ്ഡ്. നമ്മൾ നേരത്തെ പഠിച്ചു ബാക്ക് EMF എന്താണെന്ന്. ആ ബാക്ക് EMF ഡെവലപ്പ് ചെയ്യും. ദിസ് EMF ഒപ്പോസസ്, ബാക്ക് EMFന്റെ ഫീച്ചർ പ്രോപ്പർട്ടി ആണെന്ത്? ഒപ്പോസിംഗ് പ്രോപ്പർട്ടി, ഒപ്പോസിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെ. ഒപ്പോസസ് ദ ഗ്രോത്ത് ഓഫ് കറന്റ്, ആ കറന്റിന്റെ ഗ്രോത്തിനെ ഒപ്പോസ് ചെയ്യും ത്രൂ ദ സർക്യൂട്ട്, ആ സർക്യൂട്ടിനകത്തൂടെ. ദെയർഫോർ സം വർക്ക് ഹാസ് ടു ബി ഡൺ, കുറച്ച് വർക്ക് ചെയ്യും. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ട്? ബൈ ദ വോൾട്ടേജ്, വോൾട്ടേജ് മുഖേന സോഴ്സ് ടു എസ്റ്റാബ്ലിഷ് എ കറന്റ് ഇൻ ദ സർക്യൂട്ട്. ആ സർക്യൂട്ടിനകത്ത് കുറച്ച് കറന്റ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ദിസ് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് ദ എനർജി ഇൻ ദ ഇൻഡക്ടർ. അപ്പൊ ആ വർക്കാണ് ആ ഇൻഡക്ടറിനകത്ത് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. നോക്കാം. വർക്ക് ഡൺ ഇൻ DT ടൈം, DT സമയത്തിനുള്ളിൽ ആ കോയിലിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന വർക്ക് DW is equal to വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ P into DT. നമുക്കറിയാലോ. യെസ്. അപ്പോൾ അവിടുത്തെ P എന്താണ്? EI into DT അല്ലെ. EMF into I, അതാണ് P. അപ്പൊ EI into DT എന്ന് എഴുതി. ഇനി നിങ്ങൾ ആ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടി? അത് നമ്മൾ ക്രിച്ചോഫ്സ് ലോ വോൾട്ടേജ് എല്ലാം ചെയ്ത സമയത്ത് DW is equal to LI DI എന്ന് കിട്ടി. Therefore total work done in increasing the current from 0 to അവിടെ ഒരു മിസ്റ്റേക്സ് ഉണ്ട്. 0 to I ആണ്. 0 to I is given by നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ, ഇന്റഗ്രേഷൻ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. W is equal to half LI naught square. അതായത് ഇവിടെ I0 ഈ ഇങ്ങനെയല്ല എഴുതേണ്ടത്, I0 തിരുത്തണേ. അതായത് ടോട്ടൽ കറന്റ് ഫ്രം 0 to I0, 0 മുതൽ I0 വരെ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വർക്ക് ഡൺ, അല്ലെങ്കിൽ എത്ര വർക്ക് ചെയ്യണം? W is equal to half LI naught square. അതാണ് ഇക്വേഷൻ, half LI naught square. ഓക്കെ ആണല്ലോ? ശരി. അങ്ങനെയാണെങ്കിൽ ആ വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. സോ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് LI naught square. സിമ്പിൾ. ശരി. അപ്പൊ ഇൻഡക്ടറിന്റെ എനർജി ആയതുകൊണ്ട് ആ എനർജിയെ UB എന്നാണ് പറയാം. UB. ഓക്കെ, U സഫിക്സ് B ആണ്. U സഫിക്സ് B. ഓക്കെ, UB is equal to half LI naught square. ശരി. ഇനി വാട്ട് ഈസ് ദ ഫോം ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ? ഇൻഡക്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഫോം എന്താണ്? എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഈസ് ഇൻ ദ ഫോം ഓഫ് എ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി. വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഡക്ടറിനകത്ത് ഏത് ടൈപ്പ് എനർജിയാണ് സ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഇൻഡക്ടറിനകത്ത് വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അവിടെ ചെയ്യുന്ന വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്.
ആ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമാറ്റാണ്. എന്താണ്? മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമാറ്റ്. ക്ലിയർ അല്ലേ? ശരി. അപ്പോൾ ഇൻഡക്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഫോർമാറ്റ് എന്താണ്? മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമാറ്റ്. ഇനി ലെൻസസ് ലോ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ലെൻസസ് ലോ എന്ന് പറയുന്നത് എനർജി കൺസർവേഷന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ. വെൻ എ മാഗ്നറ്റ് ഈസ് ബ്രൗട്ട് നിയർ ടു എ കോയിൽ, ഒരു കോയിലിന്റെ തൊട്ടടുത്ത് നമ്മളൊരു മാഗ്നറ്റ് കൊണ്ടുവരുന്നു. ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡെവലപ്ഡ്. നമുക്കറിയാം എന്ത് ചെയ്യും? ഒരു EMF ഡെവലപ്പ് ചെയ്യും ഇൻ ദ കോയിൽ, കോയിലിനകത്ത്. ആൻഡ് ദ കോയിൽ ഗെറ്റ്സ് മാഗ്നറ്റൈസ്ഡ്. ആ മാഗ്നറ്റിന് തൊട്ടടുത്താണല്ലോ കോയിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കോയിൽ ഗെറ്റ്സ് മാഗ്നറ്റൈസ്ഡ്. കോയിൽ മാഗ്നറ്റൈസ്ഡ് ആവും. സോ ആസ് ടു ഒപ്പോസ് ദ മോഷൻ ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ മോഷനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഡ്യൂ ടു റിപ്പൽഷൻ വർക്ക് ഹാസ് ടു ബി ഡൺ ടു ബ്രിങ് ദ കോയിൽ ടുവേർഡ്സ് ദ മാഗ്നറ്റ്. അപ്പോൾ റിപ്പൽഷൻ കാരണം അവിടെ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാകും. ആ റിപ്പൽസീവ് ഫോഴ്സ് കാരണം അവിടെ ഒരു വർക്ക് ചെയ്യണം. എന്തിന്? ടു ബ്രിങ് ദ കോയിൽ ടുവേർഡ്സ് ദ മാഗ്നറ്റ്. ആ കോയിലിനെ മാഗ്നറ്റിന് അടുത്തോട്ട് കൊണ്ടുവരാൻ വർക്ക് ചെയ്യേണ്ടേ വേണം. ആൻഡ് ദിസ് വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് എനർജി. ആ വർക്കാണ് എന്ത് ചെയ്യുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ലെൻസസ് ലോ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അതിന്റെ ഒരു പ്രൂഫിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അല്ലെ. അപ്പൊ അവിടെ വർക്കാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ആ കോയിലിനകത്ത് വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഹിയർ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ഈ ഒരു കേസിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഫിഗർ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇനി അവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അതിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ നമ്മൾ നേരത്തെ സെൽഫ് ഇൻഡക്റ്റൻസ് ചെയ്തില്ലേ, അതുപോലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഫൈനൽ ഇക്വേഷൻ മതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നേരിട്ട് സ്കിപ്പ് ചെയ്യുന്നത്. ഇവിടുന്ന് സ്ലൈഡ്സ് സ്കിപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഡെറിവേഷൻ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം? സ്ലൈഡ്സ് എടുത്തിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, സ്ലൈഡ്സ് അതിനകത്ത് എല്ലാ സ്ലൈഡ്സും ഉണ്ട്. നമുക്ക് ആ ഡെറിവേഷൻ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നേരെ ഫൈനൽ ഇക്വേഷനിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, എന്താണ്? ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ്, μ12 അതുപോലെ μ21. അതിലെ μ12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് കോയിൽ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ്. മനസ്സിലായോ? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് കോയിൽ മുഖേന സെക്കൻഡ് കോയിൽ ഉണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അതിന്റെ ഇക്വേഷൻ μ0 × N1 N2. N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോയിലിനകത്തെ നമ്പർ ഓഫ് ടേൺസ്, എത്ര വോണ്ടിങ് ഉണ്ട്. അതുപോലെ N2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോയിലിനകത്ത് നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു πr12 × I. ക്ലിയർ അല്ലേ? ഓക്കെ, അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ M21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് സെക്കൻഡ് കോയിൽ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ്. സെക്കൻഡ് കോയിൽ കാരണം ഫസ്റ്റ് കോയിലിൽ ഉണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M21 is equal to μ0 N1 N2. അതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ πr12 × I. ഓക്കെ, πr12 × I ആണ് വരിക. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ πr12 ആണ്, πr12. ഓക്കെ, ഇവിടെ πr1 ആയിരുന്നു, ഇവിടെ πr12 × I. അപ്പൊ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും, ഇവിടെ നമുക്ക് പറയാൻ പറ്റും, സപ്പോസ് ഈ R1ഉം അതുപോലെ തന്നെ R2ഉം ഈക്വൽ ആണെങ്കിൽ, R1ഉം R2ഉം ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം thus M21, ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതണേ അവിടെ, if R1 is equal to R2, R1ഉം R2ഉം ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം M21 is equal to M12, that is M. M21 is equal to M12, that is M എന്ന് നമുക്ക് അവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതാണ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഒരു ഡെഫിനിഷൻ. എന്താണെന്ന് നോക്കാം. മാഗ്നറ്റിക് ഫ്ലക്സ് φ is equal to B dot A. B dot A means BA cos theta. അതെങ്ങനെ കിട്ടി? A dot B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് AB cos theta. അതുപോലെ B dot A, BA cos theta, where theta is the angle between magnetic field and normal to the plane of the coil. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ആ ഒരു മാഗ്നറ്റിക് പ്ലെയിനിലെ ആംഗിൾ ആണ്. ഓക്കെ, വാട്ട് ഇസ് ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്? SI യൂണിറ്റ് എന്താണ്? വെബർ ആണ്. ഫ്ലക്സിന്റെ SI യൂണിറ്റ് വെബർ. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി കൂടിയാണ്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് മോഷണൽ EMF? എന്താണ് മോഷണൽ EMF? മൂവിംഗ് EMF ആണ് ഉദ്ദേശിക്കുന്നത്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മോഷണൽ EMF. കൺസിഡർ എ റെക്ടാങ്കുലർ ഫ്രെയിം MSRN. MSRN എന്ന് പറയുന്ന ഒരു ഫ്രെയിം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇൻ വിച്ച് ദ കണ്ടക്ടർ PQ ക്യാൻ മൂവ്. ഇവിടെ
ഇതാണ് നമ്മുടെ ഫ്രെയിം എം എസ് ആർ എൻ എന്ന് പറയുന്ന ഫ്രെയിം. ഓക്കെ, എം അതുപോലെ എസ് ആർ എൻ. അതിനകത്ത് പി ക്യു എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ, പി ക്യു എന്ന് പറയുന്ന കണ്ടക്ടർ മൂവ് ചെയ്യുന്നുണ്ട് ഇൻ പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻവേർട്സ് ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അതായത് ഈ പ്ലെയിനിനകത്തോട്ട്, പേപ്പറിന്റെ പ്ലെയിനിനകത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും the straight conductor PQ is moved towards the left with a constant velocity v perpendicular to the uniform magnetic field B. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കണ്ടക്ടർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ റെക്ടാങ്കുലർ ലൂപ്പ് പി ക്യു ആർ എസ്. ഈ ലൂപ്പുമായിട്ട് കണക്ട് ചെയ്ത്, അതായത് ഈ ലൂപ്പിനകത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്രയാണ്, ഫൈ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രയാണ്, ഫൈ ഈസ് ഈക്വൽ ടു പി എ. അതായത് ബി ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു എക്സ് ആണല്ലോ. ഓക്കെ, ഇനി ആസ് പി ക്യു മൂവ്സ് ദ വാല്യൂ ഓഫ് എക്സ് ചേഞ്ചസ്. പി ക്യു മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ പൊസിഷൻ മാറും, എക്സിന്റെ വാല്യൂ മാറും. ഓക്കെ, ദർ ബൈ ചേഞ്ചിങ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ചെയ്യും. വെനെവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ്, നമുക്കറിയാം ആൻ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ്. ഇ എം എഫ് എന്ത് ചെയ്യും, ഇൻഡ്യൂസ്ഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഡി ഫൈ ബൈ ഡി ടി, ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി നെഗറ്റീവ് കൊടുക്കുന്നു, ഒപ്പോസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ മൈനസ് ഡി ബൈ ഫൈ എന്താ, ബി എ ആയിരുന്നു, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. ഇനി അതിൽ ബി ഐ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തെടുത്തു, മൈനസ് അതുപോലെ ഡി എക്സ് ബൈ ഡി ടി ചെയ്തു. അപ്പോൾ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബി ഐ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി എന്താ, വെലോസിറ്റി. സോ ഈസ് ഈക്വൽ ടു ബി ഐ ഇൻറ്റു വി. ഓക്കെ, അപ്പോൾ ഈസ് ഈക്വൽ ടു ബി ഐ വി എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് കാണുക, ഇ എം എഫ് കാണുക. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഷണൽ ഇ എം എഫ്. ആ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, മോഷണൽ ഇ എം എഫ്. ദ ഡയറക്ഷൻ ഓഫ് മോഷണൽ ഇ എം എഫ് ഈസ് ഗിവൺ ബൈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ മുഖേനയാണ് നമുക്ക് ആ മോഷണൽ ഇ എം എഫിന്റെ ഡയറക്ഷൻ കിട്ടുക. അപ്പോൾ ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ നമുക്ക് നോക്കാം, സ്റ്റേറ്റ് ചെയ്യാം. സ്ട്രെച്ച് ദ 3 fingers in the right hand in mutually r direction. If the forefinger gives the direction of magnetic field, the thumb gives the direction of motion of the conductor, then the middle finger will give the direction of the induced EMF. അത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ ആ ഒരു ഫിഗർ പഠിച്ചില്ലേ, ഏത് ഫിഗർ, ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ക്രിയേറ്റ് ചെയ്യും ഈ ഒരു പി ക്യു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ. ശരി, ആ ഫിഗർ പ്രകാരം ഉണ്ടാകുന്ന ഇ എം എഫിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറന്റിന്റെ ഡയറക്ഷനും അതുപോലെ അവിടെയുള്ള ഫ്ലക്സിന്റെ ഡയറക്ഷനുമാണ് നമുക്ക് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ റൈറ്റ് ഹാൻഡിലെ 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയി വരുന്ന രൂപത്തിൽ ഇങ്ങനെ പിടിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, അതിനുശേഷം അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ 3 ഫിംഗറും പെർപെൻഡിക്കുലർ ആകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും the direction of magnetic field and thumb, അതായത് the forefinger gives the direction of magnetic field. forefinger, നമ്മുടെ forefinger magnetic fieldന്റെ ഡയറക്ഷൻ നമുക്ക് നൽകും. ഓക്കെ, and the thumb gives the direction of motion of the conductor. ആ കണ്ടക്ടർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, ആ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ് അത് തമ്പ് പ്രൊവൈഡ് ചെയ്യും, അതിന്റെ ഡയറക്ഷൻ തമ്പ് പ്രൊവൈഡ് ചെയ്യും. then middle finger will give the direction of the induced EMF. ഏത് ഡയറക്ഷനിലാണ് ആ പി ക്യു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ ഡയറക്ഷൻ ആര് നൽകും? മിഡിൽ ഫിംഗർ നൽകും. ഓക്കെ, ക്ലിയർ അല്ലേ? അതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടുന്ന് ആ ഒരു റൂള് കൂടെ നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഒരു എന്താ പറയുക, എ സി ജനറേറ്ററിന്റെ പാർട്സ് ഒക്കെയാണ്. എ സി ജനറേറ്ററിന്റെ പാർട്സ്. ഓക്കെ, എ സി ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ പാർട്സും നോക്കാം. എ സി ജനറേറ്ററിനകത്ത് എന്തൊക്കെയുണ്ട്? ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആർമേച്ചർ, സ്ലിപ്പ് റിങ്സ്, ബ്രഷ്. ഇതൊക്കെ നമ്മുടെ ഈ തിയറം പ്രകാരം, ഏത് നമ്മുടെ ഇൻഡക്റ്റൻസ് തിയറം പ്രകാരം വർക്ക് ചെയ്യുന്ന മെഷീൻസ് ആണ് എ സി ജനറേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതിന്റെ ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അത് ഫിഗർ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇൻഡക്റ്റൻസ് ആണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇൻഡക്റ്റൻസ്, അപ്പോൾ അത് ഓർത്താൽ മതി. നോക്കാം, എ സി ജനറേറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ വഴിയാണ് അതിന്റെ വർക്കിംഗ്. ഇനി ജനറേറ്റർ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അവിടെ എന്താണ് എ സി ജനറേറ്ററിൽ എന്താണ് നടക്കുന്ന പ്രോസസ്സ്? മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പ്രിൻസിപ്പിൾ ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ.
ഇൻഡക്ഷൻ തിയറി. ഓക്കെ, അവിടെ നടക്കുന്ന പ്രോസസ്സ് മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വെൻ ദ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ്സ് ബിറ്റ്വീൻ ദ പോൾ പീസസ്, രണ്ട് പോൾ പീസസിനിടയിൽ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഫിഗർ നോക്ക്, രണ്ട് പോൾ പീസസിനിടയിൽ ആർമേച്ചർ കോയിൽ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതാണ് ആർമേച്ചർ, ഇതാണ് രണ്ട് പോള്. ആ പോളിനിടയിൽ ഇങ്ങനെ ഇത് റൊട്ടേറ്റ്, ഒമേഗയിലൂടെ, അതായത് ഒമേഗ വെലോസിറ്റിയോട് കൂടിയിട്ട് ഈ ഒരു ഡയറക്ഷൻ കണ്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു ഈ ഒരു ആർമേച്ചർ ഭാഗം. ഓക്കെ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും the effective area of the coil is a cos theta where theta is the angle between A and B. അതായത് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? അവിടെയാണ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, the flux at any time phi is equal to BAN cos theta. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് ആണ്, is greater than phi is equal to BAN cos omega t. Theta means omega t, where omega is the angular velocity of the coil, the induced EMF. EMF ഇക്വേഷൻ നമുക്ക് എഴുതാം മൈനസ് d∅dt ആണ്. അപ്പം മൈനസ് n × d/dt ഓഫ് phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BA cos omega t. അപ്പോൾ BA cos omega t കൊടുത്ത് ഇതിൽ n ഓൾറെഡി ഇവിടെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി, ഈസ് ഈക്വൽ ടു മൈനസ് n × d/dt ഓഫ് BA cos omega t. ആ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഓക്കെ, ബോക്സിനകത്തുണ്ട്. ഇനി വെൻ സൈൻ ഒമേഗ ടി ഇസ് ഈക്വൽ ടു +1 ഓർ -1, ഇപ്പൊ കിട്ടിയ is equal to NAB omega sin omega t. NAB omega sin omega t. ഓക്കെ, ഇവിടെ നമ്മൾ cos omega t ചെയ്തു, അതുപോലെ തൊട്ടടുത്ത് sin omega t ചെയ്തു. അപ്പോൾ sin omega t is equal to +1 or -1 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? is equal to NAB omega which is the maximum value of induced EMF, that is when omega t is equal to 1000 or 2700. എപ്പോഴാണ് induced EMF മാക്സിമം ആവുക? ഈ കേസിലാണ് ഒമേഗ ടിയുടെ വാല്യൂ 900 ആയിരിക്കണം, അല്ലെങ്കിൽ 2700. ഓക്കെ, ദ ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഈസ് മാക്സിമം. ആ സമയത്ത് ഫ്ലക്സിന്റെ ചേഞ്ച് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വെൻ ദ ആർമേച്ചർ കോയിൽ, ആ ഫിഗറിൽ തന്നെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വെൻ ദ ആർമേച്ചർ കോയിൽ ഈസ് മെക്കാനിക്കലി റൊട്ടേറ്റഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ആർമേച്ചർ കോയിൽ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. വെൻ ദ ആർമേച്ചർ കോയിൽ ഈസ് മെക്കാനിക്കലി റൊട്ടേറ്റഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനകത്തൂടെ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ കോയിൽ, ആ കോയിലിനകത്തൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ചേഞ്ചസ് ആൻഡ് ഹെൻസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. അപ്പോൾ ആർമേച്ചർ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത്, അവിടുത്തെ പ്രോസസ്സാണ് പറയുന്നത്, ആർമേച്ചർ കറങ്ങുന്ന സമയത്ത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനകത്തൂടെയാണ് ആർമേച്ചർ കറങ്ങുന്നത്. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ കോയിൽ ചേഞ്ചസ്. അപ്പോൾ അവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ നമുക്കറിയാം EMF ഇൻഡ്യൂസ് ചെയ്യും. ഹെൻസ് ദ എൻഡ്സ് ഓഫ് ദ കോയിൽ ആർ കണക്റ്റഡ് ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട്സ് ബൈ മീൻസ് ഓഫ് സ്ലിപ്പ് റിംഗ്സ് ആൻഡ് ബ്രഷസ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? EMF പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ആ EMF കളക്ട് ചെയ്യണമല്ലോ, വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻഡ്സ് എന്ത് ചെയ്യും? അതിൻ്റെ എൻഡ്സ് സ്ലിപ്പ് റിംഗ്സും അതുപോലെ തന്നെ ബ്രഷസും ആയിട്ട് കണക്ട് ചെയ്യും. ക്ലിയർ ആണോ? ഈ രൂപത്തിലാണ് ആ AC ജനറേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കാണാം. വൈ AC പ്രിഫേർഡ് ഫോർ ഓൾ കൊമേഴ്ഷ്യൽ പർപ്പസ്? കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് AC ജനറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് കാരണം? വളരെ ഈസിയാണ്, നോക്കാം. ദിസ് ഈസ് ബിക്കോസ് AC വോൾട്ടേജ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഫ്രം വൺ വോൾട്ടേജ് ടു അനദർ. ദിസ് ഈസ് ബിക്കോസ് AC വോൾട്ടേജിനെ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫ്രം വൺ വോൾട്ടേജ് ടു അനദർ, ഒരു വോൾട്ടേജിൽ നിന്ന് മറ്റൊരു വോൾട്ടേജിലോട്ട്, യൂസിങ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തുകൊണ്ട്. ആൻഡ് ദ ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനിൽ കറന്റ് ഈസ് റെഡ്യൂസ്ഡ് ടു എ വെരി സ്മോൾ വാല്യൂ. കറന്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു പ്ലേസ്, അതിനെയാണ് ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറന്റിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യാൻ പറ്റും യൂസിങ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തുകൊണ്ട്. ദിസ് ഈസ് ടു റെഡ്യൂസ് 12R ലോസ് വൈൽ ട്രാൻസ്മിറ്റിംഗ് ത്രൂ ദ പവർ ലൈൻസ്. അപ്പം നമുക്ക് അവിടെ അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ശരിക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? ഓക്കെ, അങ്ങനെ കറന്റ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ പവർ ലോസ് സംഭവിക്കും. ഓക്കെ, വൈൽ ട്രാൻസ്മിറ്റിംഗ് ത്രൂ ദ പവർ ലൈൻസ്. മനസ്സിലായോ? അപ്പോൾ പവർ ലൈൻസിലൂടെ അങ്ങനെ കറന്റ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ
പവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ റെഡ്യൂസ് ചെയ്താണ് വരിക. ഓക്കെ, ആൻഡ് ദ പ്ലേസസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് കറന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ദ കറന്റ് ഈസ് ഇൻക്രീസ് ടു ദ റിക്വയർഡ് വാല്യൂ, കറന്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള വാല്യൂലോട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കാം യൂസിങ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കറണ്ടിന്റെ വാല്യൂ കൂട്ടാം. സ്റ്റെപ്പ് അപ്പ്, അവിടെയുള്ള കൺക്ലൂഷൻ, അവിടെ പറഞ്ഞതിന്റെ കൺക്ലൂഷൻ ഇതാണ്. സ്റ്റെപ്പ് അപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിന്റെ വാല്യൂ കുറക്കാം, സ്റ്റെപ്പ് ഡൗൺ യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അതിന്റെ വാല്യൂ നമുക്ക് കൂട്ടാനും പറ്റും. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മാച്ച് ദ ഫോളോവിംഗ് ആണ്. നിങ്ങൾക്ക് ആൻസർ നോക്കിയാൽ മനസ്സിലാവും. എ സി ജനറേറ്റർ, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ, ഇൻഡക്ഷൻ ആണ്, ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ. ചോക്ക് കോയിൽ സെൽഫ് ഇൻഡക്ഷൻ ആണ്. ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷൻ. എഡി കറന്റ് സ്പീഡോമീറ്റർ ഓഫ് വെഹിക്കിൾസ് എക്സാമ്പിൾ ആണ്. എഡി കറന്റ് എക്സാമ്പിൾ ആണത് സ്പീഡ് ഓഫ് മീറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, ഇനി അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കറന്റ്, അതുപോലെ സെൽഫ് ഇൻഡക്റ്റൻസ്, അതുപോലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അതുപോലെ എ സി ജനറേറ്റർ, അതിൻ്റെ വർക്കിംഗ്, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അതുപോലെ തുടക്കത്തിൽ പഠിച്ചൊരു കാര്യമാണ് മാഗ്നറ്റിക് ഫ്ലക്സ്, എഡ്ഡി കറന്റ്, EMF, ക്ലിയർ ആണല്ലോ? അതുപോലെ ബാക്ക് EMF. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. താങ്ക്